ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാടൻ ഫുഡുകളോട് നമുക്ക് എപ്പോഴും ഒരു പ്രണയമാണല്ലേ. വേറെ എന്തൊക്കെ ഫുഡ് കഴിച്ചാലും നമ്മളെ വീട്ടിലെ ഭക്ഷണം അല്ലെങ്കിൽ നാടൻ ഫുഡ് അതൊക്കെ എപ്പോഴും നമുക്കൊരു ഒരു ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഫുഡുകളല്ലേ അത്തരം ഫുഡുകൾ. അപ്പോൾ ഇന്ന് നമുക്ക് കപ്പ അല്ലേ, എല്ലാ മലയാളികളുടെ പ്രിയപ്പെട്ട കപ്പ. അപ്പോൾ പാൽക്കപ്പയും അതേപോലെ തന്നെ നല്ല നാടൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറി ആയിട്ടുള്ളൊരു കോംബോ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാനിതാ അവിടെ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിലാണ് വേവിക്കുന്നത്, കാരണം നമുക്ക് ഇവിടെ നോർമൽ കപ്പ കുറച്ച് നന്നായി വേകുന്ന കപ്പ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഫ്രോസൺ കപ്പയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളിവിടെ പാൽക്കപ്പ അതേപോലെ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രോസൺ കപ്പയാണ് യൂസ് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് ആ ടെൻഷൻ വേണ്ടല്ലോ. നന്നായി വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നാട്ടിലുള്ളവർക്ക് സുലഭമായിട്ട് എപ്പോഴും കപ്പ നല്ലത് കിട്ടുമല്ലോ, അതുകൊണ്ട് ടെൻഷൻ വേണ്ട. അപ്പം ഞാനത് നമ്മൾ സാധാരണ പോലെ ഉപ്പും വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുകയാണ്. ഒറ്റ വിസിലടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പരിപാടി കൂടി നോക്കിയാലോ. അത് വേവുമ്പോഴത്തേക്കും ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസ് 2 സവാള സ്ലൈസ് ചെയ്തുകൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുകയാണേ. കുറച്ച് ഉപ്പും കൂടെ ചേർത്തോളൂ കേട്ടോ, ഒന്ന് പെട്ടെന്നായി കിട്ടാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും കൂടി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കിട്ടട്ടെ കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് 3 ഏലക്കായ, 3 കറാമ്പട്ട, ഒരു 3 ഗ്രാമ്പു കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് ചതച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഏലക്കായ മാത്രമേ ഞാൻ ചതയ്ക്കുന്നുള്ളൂ, ബാക്കി രണ്ടും അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1.5 കഷ്ണം ഞാനൊരു തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് 1.5 കഷ്ണം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി തക്കാളിയും കൂടി നന്നായിട്ട് വഴണ്ട് തക്കാളിയുടെ ജ്യൂസ് എല്ലാം അതിലേക്ക് ഇറങ്ങി ഒന്ന് നല്ലോണം ഒന്ന് ആയി വരട്ടെ, പാകമായിട്ട് വരട്ടെ കേട്ടോ. അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ ചെയ്തോളൂ കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കുകയെ. പിന്നെ അതായത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ മസാലകൾ നമ്മളൊന്നും അധികം ചേർക്കുന്നില്ല. കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. വേറെ മസാലയൊന്നും ഞാൻ ചേർക്കുന്നില്ല. പിന്നെ നോർമൽ എരിവുള്ള മുളക് പൊടി നിങ്ങൾക്ക് വേണേൽ ചേർക്കാം, പക്ഷെ ഞാൻ മോക്ക് കൊടുക്കുന്നതായതുകൊണ്ടാട്ടോ എരിവുള്ള മുളക് പൊടിയും പച്ചമുളകും ഒന്നും ആഡ് ചെയ്യാത്തത്. കാശ്മീരി മാത്രമേ ഞാൻ ഇവിടെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറട്ടെ കേട്ടോ. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ. ആക്ച്വലി ഇത് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ മാറ്റി വെച്ച ചിക്കനിന്ന് കുറച്ച് എടുത്തതാണ്. അപ്പോൾ അതേ കുറച്ച് ചിക്കനേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഞങ്ങൾക്ക് നൈറ്റിലേക്കാണ് ഇത്, അപ്പം പിന്നെ ലൈറ്റായിട്ട് മതിയല്ലോ, അതുകൊണ്ട് കുറച്ച് മതി. അപ്പോൾ ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മി വെച്ച ചിക്കനാണ്, അത് ചെറിയ പീസസ് ഞാൻ ആക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണേ. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് 2ാം പാൽ, ഞാനൊരു 3/4 കപ്പോളം 2ാം പാൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ, നമുക്ക് ചെറു തീയിൽ. അപ്പോൾ ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങി ഇതൊന്ന് നന്നായിട്ട് വേവട്ടെ 2ാം പാലിൽ കിടന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതേ കുക്കറിൽ വെന്ത നമ്മുടെ കപ്പ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചത് കൂടി ആഡ് ചെയ്യുകയാണേ. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മുടെ കുറച്ച് 2ാം പാൽ 1/2 ഗ്ലാസ്, ഒരു 3/4 ഗ്ലാസോടെ എടുത്തോളൂ കേട്ടോ നിങ്ങൾ. ഞാനിതൊരു 300 ഗ്രാം കപ്പയാട്ടോ എടുത്തത്. അപ്പോൾ ഒരു 300 ഗ്രാം കപ്പയിലേക്ക് നമ്മളിതേ 3/4 ഗ്ലാസ് 2ാം പാലാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവട്ടെ. അതിൻ്റെ വെള്ളത്തിൽ ആ 2ാം പാലിൽ കിടന്നിട്ട് കപ്പ ഒന്നുകൂടി മിക്സായി വരട്ടെ. അപ്പം കപ്പയിലെ ജ്യൂസെല്ലാം അതിനൊന്ന് മിക്സാവും തേങ്ങാപ്പാൽ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അതായത് നമ്മുടെ ചിക്കൻ തിളച്ച് തുടങ്ങിയേ. ഇപ്പുറത്ത് നമ്മുടെ കപ്പയും രണ്ടും ഒരേ സമയം പെട്ടെന്ന് ആക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റായി ഞങ്ങൾ ഡിന്നറിന്, അതാണ്.
പിന്നെ അതേ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. കപ്പ കുക്കറിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാലും ആ തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്ന് മിക്സ് ചെയ്തോളൂ, നിങ്ങളൊന്ന് ക്രഷ് ചെയ്തോളൂ. അതിന് ശേഷം അതേ ഞാൻ അരക്കപ്പ് ഒന്നാം പാലും കൂടി ചേർത്തു കേട്ടോ. ഇനി അധികം തിളയ്ക്കേണ്ട, നിങ്ങൾ അടുപ്പ് ഓഫ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് താളിക്കാനേ ഉള്ളൂ. അറിയാലോ, ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല എന്ന്. അപ്പം ഞാനിതേ അത് ഓഫ് ചെയ്തു. ഇപ്പുറത്ത് നമ്മുടെ തേങ്ങാപ്പാൽ, ഇനി ഒന്നാം പാൽ നമ്മുടെ ചിക്കനിലേക്ക് ഒഴിക്കാനുണ്ട് കേട്ടോ. ചിക്കൻ വെന്തു, കറിവേപ്പില ആഡ് ചെയ്തു. ഉപ്പൊക്കെ പാകമാണോ നിങ്ങൾ നോക്കാൻ മറക്കല്ലേ, അതൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ. അപ്പം ഞാൻ ചിക്കനിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുകയാണേ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരക്കപ്പ് തേങ്ങാപ്പാൽ ഞാനിതാ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. അടിപൊളി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു, ഒന്ന് മിക്സ് ചെയ്തു. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വെന്തോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് കറി മറ്റേ പാൽക്കപ്പയിലേക്ക് നമുക്കൊന്ന് താളിക്കണ്ടേ. അപ്പോൾ ഞാനിതാ ഇത്തിരി കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ചട്ടിയിലേക്ക്. ഇനി സാധാരണ പോലെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ച് നമ്മൾ കപ്പയിൽ മിക്സ് ചെയ്യാം കേട്ടോ. എനിക്ക് എപ്പോഴും ആ കപ്പയുടെ ആ ഒരു ജ്യൂസി ആ ഗ്രേവിയാണ് ഇഷ്ടം. തേങ്ങാപ്പാലും കപ്പയുടെ ജ്യൂസും എല്ലാം കൂടെ ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഗ്രേവിയാണ് എനിക്കിഷ്ടം. കുറച്ചും കൂടി നിങ്ങൾ ഒരു ജ്യൂസി ആയിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ. പിന്നെ ഇവിടെ വിദ്യാർത്ഥിന് അങ്ങനെ അധികം ഗ്രേവി ആവുന്നത് ഇഷ്ടമല്ല. കപ്പ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പാൽക്കപ്പ ഈ ഒരു ഇതിലെടുത്തത് കേട്ടോ. ചിലർ കാണാൻ പാൽക്കപ്പ നല്ല പോലെ വെള്ളം ഒത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് കാണാം. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണ് കംഫർട്ട് വെച്ചാൽ നിങ്ങൾ അങ്ങനെ എടുത്തോളൂ. അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു പരുവത്തിലാണ് എടുത്തത്. കണ്ടോ, കുറച്ചൊരു ഗ്രേവി പോലെ ആയിട്ടുള്ളൂ. ചിലർ നന്നായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഒരു ലൂസായിട്ട് എടുക്കാറുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പം ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബായ്.